the redemption of debentures by annual drawings or installments. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡിബഞ്ചേഴ്സിന്റെ റിഡംഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഡിബഞ്ചർ റിഡംഷനിലെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയാൻ പറ്റാവുന്ന രീതിയിലുള്ള രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ആനുവൽ ഡ്രോയിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ നമ്മൾ ഡിബഞ്ചറിനെ റിഡീം ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ആനുവൽ ഡ്രോയിങ്സ്. By annual drawings. Annual drawings അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോട്ടറി മെത്തേഡ്. ഇതിന് മറ്റൊരു പേര് കൂടി ഉള്ളത് ലോട്ടറി മെത്തേഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ആനുവൽ ഡ്രോയിങ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൈ ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ലോട്ടറി മെത്തേഡ് എന്ന് വേണമെങ്കിലും പറയാം. ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. 3 ഡിഫറെന്റ് നെയിംസ് ഏതിനുണ്ട്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആനുവൽ ഡ്രോയിങ് മെത്തേഡിന് ഉണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ദ റിഡംഷൻ ഈസ് ഡൺ ബൈ ആനുവൽ ഡ്രോയിങ്സ്. എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത്? ആനുവൽ ഡ്രോയിങ്സ്, അതായത് ഓരോ വർഷവും ഒരു certain equal amount is redeemed by the debenture holder അല്ലെങ്കിൽ കമ്പനി. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ഓരോ വർഷവും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള എമൗണ്ട് ഓരോ വർഷവും എന്ത് ചെയ്യും? റിഡീം ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് മെത്തേഡ് എന്ന് പറയുന്നത്? റിഡംഷൻ ബൈ ആനുവൽ ഡ്രോയിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ദ റിഡംഷൻ ഈസ് ഡൺ. The redemption is done by annual drawings. Annual drawings ആയിരിക്കാം, അല്ലെങ്കിൽ by installments ആയിരിക്കാം. ഓക്കെ, സോ ആനുവലി ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് രീതിയിൽ എന്ത് ചെയ്യാം? റിഡീം ചെയ്യാം. ഇനി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ഡിബഞ്ചേഴ്സ് ഇൻ ആനുവൽ ഡ്രോയിങ്സ് ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇറ്റ് ക്യാൻ ബി ഡൺ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് റിഡംഷൻ ക്യാൻ ബി ഡൺ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ദ റിഡംഷൻ can be done out of capital, and it can be also done out of profit. redemption out of capital എന്ന രീതിയിലും ചെയ്യാം, redemption out of profit എന്നുള്ള രീതിയിലും ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയേണ്ടതില്ല, കാരണം redemption out of capital എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റുകൾ വരുന്നതെന്നും redemption out of profitലും എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റുകൾ വരുന്നതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതേ സെയിം പർപ്പസ് തന്നെ ഏതൊക്കെ, അതായത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആവുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. 25% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇൻ കേസ് ഓഫ് ദ റിഡംഷൻ ഈസ് ഡൺ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ക്രിയേറ്റ് എ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു ഫാക്ടർ ആയിരുന്നു റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ആ സമയത്ത് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട എമൗണ്ട് നമ്മൾ ഔട്ട്സൈഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് 25%, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് 15% എന്നായിരുന്നു നമ്മളുടെ പ്രൊപ്പോർഷൻ നമ്മൾ പറഞ്ഞത്. എല്ലാം ഇതിലും സെയിം തന്നെയാണ്. ഇനി ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ഓൾസോ സെയിം ആസ് ഏർലിയർ. ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ഓൾസോ സെയിം ആസ് ഏർലിയർ.
accounting treatment is same as earlier. Okay, so just ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, സോ എ കമ്പനി ABC ലിമിറ്റഡ്, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുന്നുണ്ട്. ABC Limited issued 4,011% debentures. They have issued 4,011% debentures of rupees 100 each. Of rupees 100 each. Okay. It has been issued on date, question complete ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. On April 1, 2016. Okay, and it has been issued at a discount. Issued at a discount. At a discount of 10%. So, sorry, it has been issued at a discount of 5%. Let it be 5%. 5%. And this debenture is redeemable. This debenture is redeemable at a premium. At a premium of 10%. അപ്പോൾ റിഡംഷൻ ടൈമിൽ റിഡംഷൻ നടത്തുന്ന എമൗണ്ട് എങ്ങനെയാണ്? അറ്റ് പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്, 10% പ്രീമിയത്തിലാണ് നടത്തപ്പെടുന്നത്. ആൻഡ് ദിസ് റിഡംഷൻ ഈസ് ഡൺ ഇൻ redemption is done in 4 equal installments. 4 equal installments. 4 equal installments, or it can be said as equal installments or equal drawings in 4 years. Equal drawings in 4 years എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So this is a question. ഇതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നോക്കുക, നമ്മളോട് പറയുന്നത് 4000 ഷെയർസ് ഉണ്ട് ഓഫ് ₹100 ഈച്ച് എന്നാണ്. ഓക്കെ, 4000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്, 11% ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് നമുക്കറിയാം, ഡിബഞ്ചേഴ്സിന് കൂടെ 11% എത്ര പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചേഴ്സിന് കിട്ടുന്നത്, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് April 2016 ആണ്. ദെൻ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, 5% ഡിസ്കൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇറ്റ് ഈസ് റിഡീമബിൾ അറ്റ് പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്, അറ്റ് 10% പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്. ആൻഡ് ദ റിഡംഷൻ ഈസ് ഡൺ നോട്ട് ഇൻ ലംസം, റിഡംഷൻ ഈസ് ഡൺ ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് നമ്മൾ എന്ത് നടക്കുന്നത്, ഈ റിഡംഷൻ നടക്കുന്നത്. സോ ഇതിന്റെ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണ് ത്രൂ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓർ ലോട്ടറി മെത്തേഡ്. ഓക്കെ, സോ നമ്മളെ സമയത്തോളം നമ്മൾ ഇതിന് ജേർണൽ എൻട്രീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ജേർണൽ എൻട്രീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മളോട് ഇവിടെ ഇഷ്യൂവിന്റെ ജേർണൽ എൻട്രി നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതായത് 4000 ഷെയർസ്, 4000 debentures, 4,000 issued 4,011% debentures at ₹100 each. So the issue debenture നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂന്റെ ജേർണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. സോ ഇഷ്യൂന്റെ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ക്യാഷ്, നമുക്ക് അകത്തോട്ട് ക്യാഷ് കിട്ടുകയാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഫസ്റ്റ് എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് നോക്കുക, 4000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100, ദാറ്റ് മീൻസ് 4 lakh rupees ആണ്. പക്ഷെ നമുക്ക് ഇവിടെ 5% ഡിസ്കൗണ്ടിനാണ് കൊടുത്തത്. അപ്പൊ 5% ഡിസ്കൗണ്ട് കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 20,000 rupees ആണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ വി വിൽ ബി ഗെറ്റിംഗ് ഓൺലി 3,80,000 rupees. 3,80,000 rupees to bank. Okay, ഇനി ലോസ് ഓൺ ഇഷ്യൂ ഓഫ്
ഡിബഞ്ചർ ആണ്, നമുക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത്, നഷ്ടമുണ്ട്. അപ്പൊ ഈ ലോസ് നമ്മൾ കാണിക്കണം. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്. ദ എമൗണ്ട് വിൽ ബി 60,000. 60,000 രൂപയ്ക്കും എമൗണ്ട് അടിക്കാം. ഇത് എങ്ങനെ വന്നു, 60,000 രൂപ എങ്ങനെ ആയി എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ റിഡംഷൻ നടക്കുന്നതും എങ്ങനെയാണ്, 10% പ്രീമിയത്തിനാണ് എന്ത് വരുന്നത്, റിഡംഷൻ നടക്കുന്നത്. ഓക്കെ, റിഡംഷൻ നടക്കുന്നതും 10% പ്രീമിയം എമൗണ്ടിനാണ്. ദാറ്റ് മീൻസ് വി ആർ ലോസിങ് അഗെയിൻ 40,000 rupees. അപ്പൊ ആ 40,000 നേരത്തെ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള 20,000 rupeesന്റെ ഡിസ്കൗണ്ട് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് 60,000 rupees നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മള് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മള് 10% രൂപ 10% അധികമായിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളുടെ ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, so in that case we are getting a loss amount of rupees 40,000 also, and there is a discount on issue which is amounting 20,000. so 20,000 plus 40,000, that is the total amount, we are getting 60,000 rupees. Okay, so loss on issue of debenture account 60,000 to 11% debenture account, to 11% debenture account. എത്ര ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്, 4 lakh തന്നെ. 40,000 ഏത് അക്കൗണ്ടിലേക്കാണ്, ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് 40,000. Okay, so this is the first entry that should be posted. ആദ്യത്തെ എൻട്രി ആണത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ എൻട്രി വരുന്നത് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, it should be noted that if anything, if nothing is mentioned, ക്വസ്റ്റ്യനിൽ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, വി ആർ സപ്പോസ് ടു മേക്ക് ദ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇറ്റ്സെൽഫ്. വി ആർ സപ്പോസ് ടു മേക്ക് ദ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഇറ്റ്സെൽഫ്. അത് ക്വസ്റ്റ്യനിൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നോ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിഡീം ചെയ്യേണ്ടത്, ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നാണ് റിഡീം ചെയ്യേണ്ടത്. അപ്പൊ ഔട്ട് ഓഫ് പ്രോഫിറ്റ് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എൻട്രി എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നരേഷൻ നിങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. നരേഷൻ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് 5% ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 10%. ഓക്കെ, സെക്കൻഡ് എൻട്രി ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക ടു ബാങ്ക് അക്കൗണ്ട്, DRA അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ ഇൻ കേസ് ഓഫ് DRA അക്കൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് റിഡംഷൻ എമൗണ്ട് എത്രയാണോ, ആ വർഷം റിഡംഷൻ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ആ എമൗണ്ടിന്റെ 15% വേണം എന്ത് ചെയ്യാന്, ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നമുക്കിവിടെ 4 ലക്ഷം രൂപയുടെ മൊത്തം ഡിബഞ്ചേഴ്സ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ്. അതായത് ഒരു വർഷം 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ബാങ്കിലേക്ക് ഇവിടെ കാണേണ്ട എമൗണ്ട് എങ്ങനെയായിരിക്കും, 1 lakh rupeesന്റെ 15%, 1 ലക്ഷം രൂപയുടെ 15%. പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 1 lakh
into 15/100. Okay, that means 15,000 rupees will be invested in other companies. മറ്റുള്ള കമ്പനീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓർ എനിത്തിങ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഏതാണോ ആ സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ദ ജേർണൽ എൻട്രി. ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനു മുന്നേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇവിടെ ഡേറ്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് നമുക്കറിയാം. ഇഷ്യൂ ചെയ്ത ഡേറ്റ് 1/4/2016 ആണ്. ഓക്കെ, 1/4/2016 ആണ്. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിഡീം ചെയ്യുന്ന സമയത്ത് ഏത് ഡേറ്റിനാണോ DRI ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് ഇയർ ആണോ റിഡീം ചെയ്യുന്നത് ആ ഇയറിലെ ഫസ്റ്റ് ആ ഇയറിലെ April 30 ഓൺ ഓർ ബിഫോർ April 30 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡേറ്റ് വന്നിരിക്കുന്നത് 30/4/2016 30/4/2016 തന്നെയാണ് നമ്മളതിന്റെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്, DRR അക്കൗണ്ട്. സോ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം DRR അക്കൗണ്ടിലേക്ക് ഫണ്ട് നമ്മൾ എവിടുന്നാണ് കണ്ടെത്തുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഡേറ്റ് വരുന്നതോ? ഡേറ്റ് വരുന്നത് എന്തായിരിക്കും? ആ ഇയറിലെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നടത്തുക. ഇയർ എൻഡിലാണ് റിഡംഷൻ നടത്തുക. ഫിനാൻഷ്യൽ എൻഡിലാണ് റിഡംഷൻ നടത്തുക. അപ്പൊ ആ ഫിനാൻഷ്യൽ എൻഡിൽ റിഡംഷൻ നടത്തുമ്പോൾ ആ സമയത്തുള്ള ഡേറ്റിലാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ദ ഡേറ്റ് വിൽ ബി 31/3/2017 31/3/2017 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എമൗണ്ട് എത്രയായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 25% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ ആണ്. ഫേസ് വാല്യൂ 25%, അതായത് ഡിബഞ്ചർ വാല്യൂന്റെ 25%. അതായത് ഡിബഞ്ചർ വാല്യൂ എത്ര? ഡിബഞ്ചറുടെ ഫേസ് വാല്യൂ എത്രയാ? 4 lakh into 25 divided by 100, that will be equal to 1 lakh rupees. ഓക്കെ, 1 ലക്ഷം രൂപ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? നമ്മളുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിന്റെ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യുക. അതിന്റെ നരേഷൻ കൂടി പോസ്റ്റ് ചെയ്യുക. സോ നരേഷൻ വിൽ ബി ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ക്ലിയർ? ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് at 25% of face value of the debenture. That's only. Okay. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർഷം നമ്മൾ എന്ത് ചെയ്യണം? റിഡംഷൻ നടത്തിയിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ സെയിം ഡേറ്റ് തന്നെ നമ്മൾ റിഡംഷൻ നടത്തുന്ന എമൗണ്ടും എന്ത് ചെയ്യണം? കാണിക്കണം. സോ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ റിഡംഷൻ നടക്കുകയാണ്. സോ റിഡംഷൻ പേർപ്പസിൽ 11% ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള നമ്മള് 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. അത് നമ്മൾ പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയത്തിന്റെ എൻട്രി, പാറിനാണെങ്കിൽ പാറിന് എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എൻട്രി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഡിബഞ്ചർ 11% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ പ്രീമിയത്തിലാണ്. സോ പ്രീമിയം ഓൺ ഡിബഞ്ചർ റിഡംഷൻ or ഡിബഞ്ചർ റിഡംഷൻ അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം
എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവുക, ആ വർഷം 1,00,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്തത്. കാരണം 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് റിഡീം ചെയ്തത്. അപ്പൊ ആദ്യത്തെ വർഷം 1,00,000 രൂപ. ഓക്കെ, 1,00,000 റുപ്പീസ്. ഓക്കെ, ദെൻ പ്രീമിയം ഇതേപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 40,000 രൂപയുടെ പ്രീമിയം ഉണ്ട്. അപ്പൊ 40,000 രൂപ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വർഷം 10,000 രൂപ. ഓക്കെ, സോ ടോട്ടൽ നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ വർഷം പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, 1,10,000. ഓക്കെ, ഇത് എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി ആണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡർ. ഇനി നമ്മൾ പേയ്മെന്റ് നടത്തിയ എൻട്രി കൂടി കാണിക്കണം. ദാറ്റ് മീൻസ് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 1,10,000, 1,10,000. amount paid to debenture holder. അപ്പൊ ഇത് ആദ്യത്തെ വർഷം 31/3/2017 ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്തു, കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇനി നമ്മളെ സമയത്തോളം 18 ഉണ്ട്, 18, 19, 20 3 വർഷമുണ്ട്. അപ്പൊ ഇതില് 18ലും 19ലും സെയിം എൻട്രി, അതായത് 1,10,000 രൂപ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഡംഷൻ നടത്തുന്നുണ്ട്. അപ്പൊ എൻട്രി ഞാൻ ഇവിടെ എഴുതുന്നില്ല. അതായത് 2018ലും 2019ലും ക്ലിയർ, 2018ലും 2019ലും 2019ലും ഈ 2 ഇയറിലും സെയിം ജേർണൽ എൻട്രി ആണ് വരേണ്ടത്. സെയിം ജേർണൽ എൻട്രി ആണ് വരേണ്ടത്. അതായത് ഡിബഞ്ചർ ഡ്യൂ ആവുന്നതും എമൗണ്ട്, അതായത് എമൗണ്ട് ഡ്യൂ ആവുന്നതും എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നതുമായിട്ടുള്ള 2 എൻട്രീസ്. ആ 2 എൻട്രീസ് ഏതൊക്കെ തന്നെയാണ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് 1,00,000, പ്രീമിയം ഓൺ ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് 1,10,000. ദെൻ എമൗണ്ട് പേ ചെയ്തത് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് 1,10,000 ടു ബാങ്ക് 1,10,000. ഇത് ഈ എൻട്രീസ് തന്നെ നമ്മൾ 2018ലും 2019ലും കാണിക്കണം. ഓക്കെ, റിഗാർഡിംഗ് 2020, അതായത് 4ാമത്തെ വർഷം വരുമ്പോൾ ഇൻ ദ 4th ഇയർ ദർ വിൽ ബി സം ചേഞ്ചസ്. കുറച്ച് അഡീഷണൽ എൻട്രീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് 31st മാർച്ച് 2020, 31/3/2020 നമ്മൾ എൻട്രി പാസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി റിയലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഫൈനൽ ഇയർ ആണ്. ഇനി അതിലിട്ടിരിക്കുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യാം, എൻകാഷ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എൻകാഷ് ചെയ്യാനുള്ള എൻട്രി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എൻട്രി അതായിരിക്കണം. അതായത് ഏതാണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. എത്രയാണ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, 15,000 ആണ്. സോ 15,000. ഇൻട്രസ്റ്റിന്റെ കാര്യം ഒന്നും തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റിന്റെ എൻട്രികൾ ഒന്നും തന്നെ എഴുതാത്തത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്, നരേഷൻ കൊടുക്കേണ്ടത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എൻകാഷ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, റിയലൈസ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി സെക്കൻഡ് എൻട്രി, രണ്ടാമത്തെ എൻട്രി കൊടുക്കേണ്ടത് നമ്മളുടെ ഏത് തന്നെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന എൻട്രി കൊടുക്കുക. അതായത് പ്രീമിയം 11% ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി ഫൈനലായിട്ട് 1,00,000 കൂടി ഉണ്ടാവുള്ളൂ. 1,00,000 പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ഡിബഞ്ചർ
ഹോൾഡർ അക്കൗണ്ട് 1,10,000. ഈ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എമൗണ്ട് ഡ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡർ. ദെൻ ലാസ്റ്റ് ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 1,10,000, 1,10,000. ഓക്കെ, സോ ഇത്രയും എൻട്രീസ് ആണ് ആ വർഷം വരുന്നത്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമായിരുന്നു, റിഡംഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം if there is balance in debenture redemption reserve account, the balance in the debenture redemption reserve account, അതെല്ലാ റിഡംഷനും കഴിഞ്ഞതിന് ശേഷം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ വല്ല ബാലൻസും ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എവിടേക്ക് മാറ്റണം, ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം, എന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിന്റെ എൻട്രി കൂടിയും നമ്മൾ ഈ ഇയർ എൻഡിൽ പാസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ് എത്രയാണ് ബാലൻസ് ഉള്ളത്, 1,00,000 rupees. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ്. ഓക്കെ, 1,00,000. സോ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട പർപ്പസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഡിബഞ്ചർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഓൺ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. അപ്പൊ ഇതിൽ അംശമായിട്ടല്ല പേ ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ 4,00,000 rupeesന്റെ ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. 4 equal ഇൻസ്റ്റാൾമെന്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വീതം. അതിന്റെ കൂടെ 10,000 രൂപ പ്രീമിയത്തിനും കൂടിയാണ് റിഡംഷൻ നടന്നിരുന്നത്. 40,000 rupeesനായിരുന്നു റിഡംഷൻ നടന്നിരുന്നത്. അത് ഓരോ വർഷവും 10,000 രൂപ വെച്ച് പ്രീമിയം. ഓക്കെ, അപ്പൊ 1,10,000 ആണ് ഓരോ വർഷവും റിഡംഷൻ നടക്കുന്ന എമൗണ്ട്. അപ്പൊ ഇത് ഇയർ റിഡംഷന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇയറും എൻഡിങ്ങിലുള്ള ഇയറിലും മാത്രം ജേർണൽ എൻട്രീസ് കുറച്ച് അധികം വരും. അപ്പൊ സ്റ്റാർട്ടിങ് ആദ്യത്തെ ഇയറിൽ നമ്മൾ ഇഷ്യൂ ചെയ്ത എൻട്രി കാണിച്ചു, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ എൻട്രി കാണിച്ചു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിന്റെ എൻട്രിയും കാണിച്ചു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ വർഷം റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രീസ് കൂടി കാണിച്ചു. അതിനുശേഷം സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ജസ്റ്റ് റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഫോർത്ത് ഇയർ അതായത് ഫൈനൽ ഇയറിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ച, അതായത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി വെച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫൈനൽ ഇയറിൽ എൻകാഷ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ റിഡംഷൻ നടത്തി. ശ്രദ്ധിക്കുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എപ്പോഴും ബാലൻസ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ റിഡംഷൻ. എല്ലാ റിഡംഷനും കഴിഞ്ഞതിന് ശേഷമേ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റിഡംഷന്റെ എൻട്രി എമൗണ്ട് ഡ്യൂ ആയതും എമൗണ്ട് പേയ്മെന്റ് നടത്തിയതും നമ്മൾ എഴുതിയതിനു ശേഷം നമ്മൾ ഏറ്റവും അവസാനം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലെ എമൗണ്ട്, ബാലൻസ് എമൗണ്ട് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.